ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ ചെമ്മീൻ ബിരിയാണിയാണ്. ഇത് ചെയ്യാനുള്ള ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി, ഒരു 3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, 2 ചെറുനാരങ്ങ, മല്ലിച്ചപ്പ്, പുതിന, പട്ട, കറാമ്പ്, ഏലം, ഗരം മസാല, ഒരു 6 തക്കാളി, 1 കിലോ ചെമ്മീൻ, 3 സ്പൂൺ തൈര്, 1 കിലോ അരി. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ജ്യൂസ് ചെയ്തെടുക്കാം. തക്കാളി ജ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ജ്യൂസ് ചെയ്തതാണിത്. ഇതിനെ നമുക്ക് വേവിച്ച് കുറുകിയെടുക്കാം. ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നോക്കിയിട്ടിടാം. ഏകദേശം ആയിട്ടുണ്ട്. ഒരു ബോളിൽ തന്നെ എടുത്തോ. ഒരു കാരണവശാലും കരിയരുത്. ഓഫ് ചെയ്യാം. ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കൊടുക്കാം. ഇനി ചെമ്മീൻ്റെ തലയുണ്ടല്ലോ, അത് പ്രത്യേകം കളയാതെ ഫ്രൈ ചെയ്തെടുക്കണം. അത് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ ചെമ്മീൻ പൂർത്തിയായിട്ടുണ്ട്. നമുക്കിതെല്ലാം എടുക്കാം. മസാല റെഡിയാക്കാം. ടേസ്റ്റ് അനുസരിച്ചിട്ട് നമ്മളത് ചെറുങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പറഞ്ഞ കുറച്ച് തൈര് കൊടുക്കാം. നമ്മൾ ഈ തല ഫ്രൈ ചെയ്തിട്ടുണ്ട്, അത് അതിലേക്ക് കൊടുക്കാം. ഒത്തിക്കണം വലിയ ഇത്രയേ ഉണ്ട്, കുറേശ്ശെ നോക്കിയിട്ടാണ് മതി. അപ്പോൾ ഫ്രൈ ചെയ്ത ഉള്ളി ഇതിലേക്ക് കൊടുക്കാം. ചെറിയ തീര് വെക്കണം. മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനയാണിത്. ചെറുനാരങ്ങ നോക്കിയിട്ട് പിഴിഞ്ഞാൽ മതി. ഓറായി കൂടി വേഗം ജാസ്തി ആവണ്ട. മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഓവറാകരുത്.
നല്ലൊരു ബിരിയാണീൻ്റെ സ്മെല്ല് വരുന്നുണ്ട് മസാല ഇടലോടുകൂടി. നമുക്കിതിനെ മാറ്റി വെക്കാം. നമുക്ക് ബിരിയാണി റൈസ് ഉണ്ടാക്കാം. ഇതിൽ പട്ട, കറാമ്പ്, ഏലം ചേർത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം. അരക്കപ്പ് അരിയാണ് എടുത്തത്. 3/4 കപ്പ് വെള്ളം കൊടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലോട്ട് അരി ഇട്ട് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ ആയി കഴിഞ്ഞാൽ ബന്ധാക്കിയാൽ മതി. അപ്പോൾ നമ്മളെ റൈസ് വെന്തിട്ടുണ്ട്. ഇത് ചെറുങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇതെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വെള്ളയിൽ വലിയും. ചെറുങ്ങനെ ഇങ്ങനെ അടച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് മസാല ശരിയാക്കാം. അതിലേക്ക് നമ്മൾ ചെമ്മീൻ മാത്രമേ ചേർക്കാനുള്ളൂ. ഇതിൽ നേരത്തെ ഫ്രൈ ചെയ്ത ഗീ കുറച്ച് ഇതിന് മുകളിലേക്ക് കൂടി കൊടുക്കണം. നമുക്ക് റൈസിനെ ഇതിലേക്ക് കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ മസാല കൊടുക്കുന്നത്. കുറച്ച് മല്ലിച്ചപ്പ് കൊടുക്കാം. കുറച്ച് കളർ കൊടുക്കാം. മല്ലിച്ചപ്പ് കൊടുക്കാം. അണ്ടി ഇതിലെല്ലാം കൊടുക്കാം. നമുക്കിതിനെ അടച്ച് വെക്കാം. 10 മിനിറ്റ് നേരം ഇതിനെ ദമ്മായി വെക്കണം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. തുറന്ന് നോക്കാം. ചോറ് മാറ്റിയിട്ട്